ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി. എന്തിനാ താത്താനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ചോദിച്ചപ്പോ അത് ഞാൻ ആ ഫസ്റ്റ് പോയത് OP-യിൽ പോയി. OP ചോദിച്ചപ്പോ ഡോക്ടർ ഇല്ല പറഞ്ഞു. പിന്നെ കാഷ്വാലിറ്റി ചോദിച്ചപ്പോ അവിടെ സെക്യൂരിറ്റി പറഞ്ഞ് ഡോക്ടർ ഇന്ന് ലീവാണ് പറഞ്ഞു. എന്റെ കണ്ടീഷൻ വെച്ചപ്പോ അവർക്ക് എന്തോ പന്തികേട് തോന്നി തോന്നുന്നുണ്ട്. ലീവാണ് പറഞ്ഞു. ഞാൻ നേരെ ലേബർ റൂമിൽ പോയി നോക്കിയപ്പോ ഡോക്ടർ രാധാ മാഡം ഉണ്ട്, മിനി ഡോക്ടറുണ്ട്, 4-5 സിസ്റ്റർമാരുണ്ട്. അവരൊക്കെ അവിടെ ഇരിക്കണം. അപ്പൊ ഇന്ന് ചർച്ച ചെയ്യണേ ഞാൻ അടുത്ത ആരിനെ കൊല്ലാന്ന്. എന്നിട്ട് അവർ ഡോക്ടർ ഇല്ല. ഞാൻ ആ ഡോക്ടർ ഡോക്ടർ ഒരക്ഷരം എന്റെ അടുത്ത് മിണ്ടിയില്ല. ഒരു അക്ഷരം പോലും എന്റെ അടുത്ത് മിണ്ടില്ല. അവർക്ക് മറുപടി ഇല്ല. താത്താനെ കൊന്നില്ലേ, ഇനി അവർക്ക് എന്താ മറുപടി ഇല്ല. അവർക്ക് പറയാനില്ല. ഇനി എന്റെ താത്താനെ എന്തായാലും കിട്ടില്ല. പക്ഷെ ഇനി ഇതുപോലെ ആർക്കും ഉണ്ടാവരുത്. അവർക്ക് പറ്റിക്ക് പറയാതെ ഓപ്പറേഷന് റെഡിയാണ്, നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു. രാത്രി 11 മണി മുതൽ ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞവര് 10 രാത്രി പണ്ട് പറഞ്ഞ് ഡ്രസ് ഇങ്ങനെ ഷർട്ടൊക്കെ വാങ്ങിച്ചു വെച്ച് 12 മണിക്ക് മുതൽ ഭക്ഷണം കൊടുക്കരുത്. ഞാൻ അലാറം വെച്ച് എണീച്ചു. 11 മണിക്ക് എണീറ്റ് ഭക്ഷണം കൊടുക്കും. ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റില്ലാത്ത രാവിലെ തൈറോയിഡിന്റെ ഗുളിക മാത്രം കഴിക്കാനുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ രാവിലെ പിറ്റേ ദിവസം 2ാമത്തെ നോമ്പാണ്. ആ നോമ്പെടുത്ത് അത്താഴം കഴിച്ച് എണീറ്റിട്ട് അതൊക്കെ അതും കൊടുത്തു. തൈറോയിഡിന്റെ ഗുളികത്തിന് വെള്ളം മാത്രം കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു. അപ്പൊ അവർ വന്ന് വിളിച്ചു. 5 മണിയായിട്ട് അവർ വന്ന് വിളിച്ചു മരുന്ന് വെക്കാ പറഞ്ഞിട്ട്. 9:30 ആയപ്പോ അന്ന് 9:30 ആയപ്പോ ഡോക്ടർ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. 9:30 ആയപ്പോ ഞാൻ ഇത്ര നേരം ഞാൻ നോക്കി, പെയിന് വരുന്നത് കാണാനില്ല, വികസനം വരുന്നത് കാണാനില്ല. ഇത് നമുക്ക് ഇനി മറ്റേ രാധാമേട്ടൻ ഉണ്ടാവും. ഞാൻ എന്തായാലും പോകുകയാണ്, എനിക്ക് അച്ഛനെ ഡോക്ടറെ കാണിക്കാണ്ട് എന്ന് പറഞ്ഞു. ഇത് ഡോക്ടർ പോയി. എന്നിട്ട് ഒരു 10:30 ആയപ്പോഴത്തേനാണ് എന്റെ അടിയെന്ന് പറയുന്നത്. ആ രൂപത്തിൽ വരുന്നു എന്താണാവോ പറഞ്ഞിട്ട് അടിയെന്നാണോ. പിന്നെ ഇവിടുന്ന് കയറ്റിയത് ഒരു 10:45, ഒരു 11:45 ഞങ്ങള് PK ദിവസത്തിലെത്തി. അപ്പൊ ഒരു 11:30 ഞങ്ങൾ ഇവിടുന്ന് ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ടോ. ആംബുലൻസ് കയറ്റി നേരം അത്രയും നോക്കിയില്ല. 11:45 ഞാൻ അവിടെ എത്തി. കാരണം ആ സമയത്ത് എന്റെ ഉമ്മക്ക് ഞാൻ വോയിസ് ആയിട്ട് വിളിക്കുമ്പോ ഉമ്മ വിളിച്ചോണ്ടിരിക്കുന്നു. എന്തായില്ല ഞാൻ PK ദിവസം വന്നിട്ടുണ്ട്. അതൊക്കെ എന്തേ ഒന്ന് പോകും ടെൻഷൻ ആവുമൊന്നും ഞാൻ ഉമ്മക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിയാത്തൊരു സമയമായിപ്പോ എനിക്ക് നോക്കി തെളിവായിട്ട് എനിക്ക് അവര് ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവസാന സമയം വെച്ചിട്ട് അവർക്ക് ഓപ്പറേഷൻ ചെയ്തുകൂടെ. എല്ലാ സജ്ജീകരണവും ഉണ്ട്. അനസ്തേഷ്യന്റെ ഡോക്ടറിന്റെ ലീവിനനുസരിച്ചിട്ട് അത്രയും ദിവസം 4-5 ദിവസം വേറെ കഴിച്ചിട്ട് 12 മണിക്ക് ശേഷം ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് രാവിലെ എണീറ്റ് അവർ സുഖപ്രസവത്തിന് പിന്നെ നോക്കിയപ്പോൾ വയറ് കഴുകിക്കുക, ഭക്ഷണം ഒന്നും കഴിക്കാണ്ടിരിക്കുന്ന താത്താരെ കൊണ്ട് എനിക്ക് വയറ് കഴുകിയ അതിന് ആരോഗ്യം വേണ്ട. BP ലോവായി അവസാനായിട്ട് ഒരു പൈതലിന് വേണ്ടിയിട്ട് പഠിക്കും ഇത്രയും വേദന കഴിച്ചിട്ട്. ഞങ്ങളൊക്കെ പാവങ്ങളായതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് കാണിച്ചു. അവർക്ക് ഓപ്പറേഷൻ ചെയ്തുകൂടെ? ഇത്രയും ദിവസം വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഗർഭിണിന് ഇത്രയും ദിവസം വെച്ചിട്ട് അവരിയ്ക്കോ? അവർക്ക് ഓപ്പറേഷൻ ചെയ്ത് 2 ദിവസം നോക്കാം. 2 ദിവസമായിട്ട് ഇവര് മരുന്ന് വെച്ചിട്ട് വികസനം വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവര് ഓപ്പറേഷൻ നോക്കിക്കൂടെ? അത് ലാസ്റ്റ് സമയം വരെ നിന്നിട്ട് അവർക്ക് അവരുടെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചില്ല പറഞ്ഞെങ്കിൽ നമ്മൾ സംഭവിക്കാൻ പറ്റും. അനസ്തേഷ്യന്റെ ഡോക്ടർ ലീവായിരുന്നു. അവര് ഞാൻ പോയി 2ാമത്തെ ദിവസം 16-ാം തീയതി ഞങ്ങൾ പോയി. 18-ാം തീയതി എന്റെ രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പെയിന് വികസനം വരുന്നില്ല, പെയിന് തന്നൊക്കെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വന്നോണ്ടിരിക്കുന്നില്ല, ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. മരുന്ന് വെക്കണം, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു മരുന്ന് വെക്കാറ്. അപ്പൊ നമുക്ക് അനസ്തേഷ്യന്റെ ഡോക്ടറിന്റെ ലീവ് നോക്കി നമുക്ക് മരുന്നൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ആയി കഴിഞ്ഞാല് ഡോക്ടർ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളിയാഴ്ചക്ക് വീണ്ടും നീട്ടി. അതിനിടയിൽ അവര് വീണ്ടും മരുന്ന് വെച്ച് വീണ്ടും വികസനം വരുന്നില്ല, ഡോക്ടർക്ക് ലീവും ഇല്ല. എന്നിട്ട് ലീവുള്ള ദിവസം അവർ കൊണ്ടുപോയില്ല, ഓപ്പറേഷൻ എടുക്കുന്നില്ല. അങ്ങനെ പോകുന്നു. നമുക്ക് വയറ് കഴുകി നോക്കാം, പേര് വരുന്നുണ്ടോ നോക്കാം. 16-ാം തീയതി വയറ് കഴുകി നോക്കി, വേദന വന്നൊന്നുമില്ല. കുറെ പ്രാവശ്യം വയറ്റിന് പോയി, അത് ഫുള്ള് വയറ്റിന് പോയി. അങ്ങനെ പിറ്റത്തെ ദിവസം 17-ാം തീയതി നമുക്ക് PV നോക്കാം. എന്നിട്ട് അനസ്തേഷ്യന്റെ ഡോക്ടർ ലീവിങ് അനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. ഡേറ്റ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് സർജറി വേണമെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യാൻ പറഞ്ഞിട്ട്
2 ദിവസം 16-ാമത്തെ ശേഷം പിന്നെ 2 ദിവസം TB പരിശോധിച്ചിട്ട് അങ്ങനെ 2 ദിവസം നീട്ടി. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസമാണ് അതായത് മരുന്ന് വെക്കണം പറഞ്ഞു. ട്യൂബിൽ കൂടെ മരുന്ന് വെക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്ത് അന്ന് ഫുള്ള് വേദന തിന്നിട്ട് ഒരു ദിവസം ഫുള്ള് അങ്ങനെ ആയി. എന്നിട്ടും അവർ പറഞ്ഞ് വികസനം വന്നിട്ടില്ല പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം പറഞ്ഞു ഞങ്ങൾക്കെന്നാ ചിലപ്പോ നാളത്തെ ഓപ്പറേഷൻ വേണ്ടി വരും, നിങ്ങൾ വെള്ളത്തുണിയും ഷർട്ടൊക്കെ വാങ്ങി വെച്ചോളൂ പറഞ്ഞു. അങ്ങനെ വെള്ളത്തുണി ഷർട്ടൊക്കെ ഞങ്ങൾ വാങ്ങി ഓപ്പറേഷൻ ഞങ്ങൾ റെഡിയായി. പോയതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഓപ്പറേഷൻ വേണമെങ്കിൽ സർജറിക്ക് ഞങ്ങൾ സൈനൊക്കെ ചെയ്ത് കൊടുക്കുകയായി. എന്നിട്ട് ഞങ്ങള് ഗ്ലൂക്കോസിൽ കൂടെ മരുന്ന് കയറ്റി. അപ്പൊ അത് പ്രഷർ BP ലോ ആയിക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ എന്താ BP ലോ ആയി. അതിനൊരു കയ്യില് മരുന്ന് കയറ്റിയിട്ടുണ്ട്, ഒരു കയ്യില് വേദനക്കുള്ള മരുന്ന് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ കയറ്റിയിട്ട് അതിന്റെ അടുത്ത് കുറച്ചേരം എൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവർക്ക് എന്തോ കുറച്ചേരൊക്കെ ഞാൻ എൻ്റെ താത്താന്റെ കൂടെ ഇരുന്നു. അപ്പൊ താത്ത ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ഉറക്കം വരാനുണ്ടോ, മയക്കം വരുന്നു പറഞ്ഞാൽ അങ്ങനെ കുറച്ചേരം ഇരുന്നു. പിന്നെ എൻ്റെ അടുത്ത് പുറത്ത് പോകാൻ പറഞ്ഞു. പിന്നെ അതിന്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞവര് ഒന്ന് മൂത്രമൊഴിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോയി. അപ്പൊ മക്കളെ കാണിച്ചു കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല. ആ ബാത്റൂമിൽ പോകാൻ വേണ്ടി വന്ന സമയത്ത് ആ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയതാണ്. പിന്നെ കിട്ടിയിട്ടില്ല. ഒരു 10:30 സമയത്ത് എനിക്ക് കോൾ വന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കും പഴയ ഓട് വേണ്ടി പറയാം. ഡോക്ടർമാരെല്ലാരും കൂടി ഓടുന്നു, എന്താന്ന് പോയി നോക്കിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പോയുമ്പോ അവര് കേൾക്കുന്നില്ല. ഓക്സിജൻ എടുക്കാൻ വേണ്ടി വേഗം അവർ വാർഡിക്ക് വന്ന് ഓക്സിജൻ എടുക്കും. ഓക്സിജൻ കുറഞ്ഞത് എനിക്ക് അറിയാൻ വേണ്ടി അങ്ങനെ ടെൻഷൻ ആയിട്ട് ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോഴാണ് അവരപ്പത്തിനും ഡോക്ടർ നേഴ്സ് വേണ്ടി പറഞ്ഞു ഡോക്ടർ വിളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പത്തിന് 3 മണിക്കൂറായി ഡോക്ടർ വന്ന് വിളിക്കുന്നുണ്ട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് തൃശ്ശൂർക്ക് കൊണ്ടുപോകട്ടെ, അത് ബോധം പോയി എനിക്ക് പറഞ്ഞോളൂ, തൃശ്ശൂർക്ക് കൊണ്ടുപോകട്ടാ പറഞ്ഞു. അപ്പൊ ഞാൻ തൃശ്ശൂർക്ക് കൊണ്ടുപോകാൻ പറയുന്നു പറഞ്ഞു. ഞാൻ എൻ്റെ ഉപ്പാനെ വേഗം വരാൻ പറഞ്ഞു. അങ്ങനെ ആംബുലൻസിൽ അവര് വേഗം കയറ്റി. എന്നിട്ട് കയറി ഞങ്ങൾ ആംബുലൻസിൽ വരുമ്പോൾ താത്താക്ക് കയറ്റിയതിന് ശേഷം അവര് CPR കൊടുക്കുന്നു, ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ ഇങ്ങനെ തല കുഞ്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഡോക്ടർ ഒന്നും ചെയ്യുന്നില്ല, ഡോക്ടർ ഇങ്ങനെ തല കുഞ്ചിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവര് CPR കൊടുത്തുകൊണ്ട് അവിടെ എത്തുന്നവരെ CPR കൊടുത്തു, ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ എത്തിയതിന് ശേഷം എത്തിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു അത് പറഞ്ഞു ഒരു 10 മണിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവരക്ഷിക്കായിരുന്നു. നേരം വൈകി പോയി, ഹാർട്ട് ബീറ്റ് നിന്ന് പോയിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്ത് ഞാന് സാധാരണ കുട്ടികൾ 2 മക്കളും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ മിനി ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താണ് ഹാർട്ട് ബീറ്റ് നിന്ന് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു വിട്ടാ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിന്റെ ഹാർട്ട് ബീറ്റ് നിന്നോ ഞാൻ ചോദിച്ചു. അപ്പൊ അതെന്താണ് അങ്ങനെ നിൽക്കാൻ കാരണം ഞാൻ പറഞ്ഞപ്പോ അവർ രണ്ടാളുടെ ഹാർട്ട് ബീറ്റ് വട്ടാമ്പി ഹോസ്പിറ്റലിൽ സ്ട്രെച്ചറിൽ കയറ്റുമ്പോ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാ അവരങ്ങോട്ട് കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി. അത്രയും ദിവസം വേദന സഹിച്ചിട്ടില്ല. എന്നിട്ട് എന്താ DM എന്താ പറഞ്ഞത്, വേദന വന്നിട്ടില്ല, പെയിന് വന്നിട്ടില്ല. പെയിന് വന്നിട്ട് അത്രയും ദിവസം എന്റെ താത്ത വേദന സഹിക്കുന്ന വീഡിയോ ഞാൻ ഓർമ്മക്ക് വേണ്ടിട്ട് എടുത്തു വെച്ചാൽ അത് തെളിവായി തരട്ടെ. എന്റെ പിറ്റേ ദിവസം 17-ാം തീയതി അവർ നമ്മള് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെയിന് വന്ന വീഡിയോ ആണിത്. അതിന് ശേഷം അത് വേദന സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ 19-ാം തീയതി അവര് ഇങ്ങനെ മരുന്ന് വെച്ചിട്ട് ഉള്ളിൽ ട്യൂബിട്ട് മരുന്ന് വെച്ചിട്ട് അത് വേദന വന്നിട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ. മക്കള് ചോദിച്ചിട്ട് അറിയുന്ന